നമസ്തേ. ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ എന്തുകൊണ്ടും മിഴിവിറ്റ ഒരു കൃതിയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. ഗുരുവാരെന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരങ്ങളിലൊന്ന് ഗുരു ബ്രഹ്മവിദ്യയുടെ ആചാര്യനായിരുന്നു ആണ്. ബ്രഹ്മവിദ്യ ഇത്രയും ഭംഗിയായി ഉൾക്കൊള്ളുകയും ബ്രഹ്മവിദ്യയുടെ പ്രതിപാദന വിഷയം ഏതൊരു ആത്മതത്വമാണോ ആ ആത്മാവിനെ നേരിട്ടറിയുകയും അതായി തീരുകയും ചെയ്ത് അതിൽ മുഴുകി അതിനെക്കുറിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുത്ത, ലോകത്തിന് ആത്മതത്വം വിവരിച്ച ഗുരുവിൻ്റെ ദർശന ഗരിമ ഈ കൃതിയിൽ നമുക്ക് കാണാം. ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ എന്ന് തന്നെയാണ് അർത്ഥം. ബ്രഹ്മത്തെ സംബന്ധിച്ച, ആത്മാവിനെ സംബന്ധിച്ച, ഈശ്വരനെ സംബന്ധിച്ച വിദ്യ. അങ്ങനെ ഒരു വിദ്യയുണ്ടോ? അങ്ങനെ ഒരു വിദ്യ വളരെ ശക്തമായിട്ട് നിന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ബ്രഹ്മവിദ്യ ജീവിതവ്രതമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പുണ്യഭൂമിയിൽ വസിച്ചിരുന്നു. ഋഷിമാരെന്നും മുനിമാരെന്നും ഗുരുക്കന്മാരെന്നും ഒക്കെയാണ് അവരെ വിളിച്ചിരുന്നത്. അവർ ഋഷിമാരായത് അല്ലെങ്കിൽ മുനിമാരായത്, മഹർഷിമാരായത്, ഗുരുക്കന്മാരായി തീർന്നത് അവർ ഈ ബ്രഹ്മവിദ്യ ഉൾക്കൊണ്ടുകൊണ്ടത് കൊണ്ടാണ്. ബ്രഹ്മവിദ്യ ആയിത്തീർന്നത് കൊണ്ട് തന്നെയാണ്. ഈ ബ്രഹ്മവിദ്യയുടെ മഹത്വം ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നത് വേദങ്ങളിലാണ്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന ചതുർവേദത്തില് അതിൽ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന 4 വിഭജനത്തില് 4ാമത്തെ ഭാഗമായ ഉപനിഷത്താണ് പരമപ്രധാനമായ ബ്രഹ്മവിദ്യ വിവരിക്കുന്ന ഭാഗം. ആ ഉപനിഷദുക്തി രഹസ്യം ഓർക്കുന്ന ഏതൊരുവനും ആത്മാവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാതിരിക്കാൻ സാധ്യമല്ല. ബ്രഹ്മവിദ്യ വേറൊരു വിഷയത്തെ സമ്മതിക്കുന്ന വിദ്യയല്ല. അവനവനെ കുറിച്ചുള്ള അറിവാണ് അതിലെ പ്രതിപാദന വിഷയം. ആത്മാ എന്ന് പറഞ്ഞാൽ താനെന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള പഠനം, എൻ്റേതിനെക്കുറിച്ചുള്ള പഠനം എല്ലാം വിഷയങ്ങളാണ്, ഓബ്ജക്റ്റിനെ കുറിച്ചുള്ള പഠനം. മറിച്ച് എന്നെക്കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഉപനിഷത്തിന്റെ വിഷയമായിട്ട് വരുന്നത്. അങ്ങനെ ആ ഈശ്വര തത്വം അറിയുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സൗകര്യത്തിനു വേണ്ടി വേദതത്വങ്ങളെ ഗുരു ഇവിടെ 5 മന്ത്രങ്ങളിൽ കൂടി വിവരിച്ചു തരികയാണ്. ഇപ്പൊ ഉപനിഷത്തില് വേദാന്തവിദ്യയാണ് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞു. വേദാന്തം എന്ന വാക്കിന്റെ അർത്ഥം അറിവിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളും ഏതൊരറിവിലേക്കാണോ ചേരേണ്ടത് ആ അറിവാണ് ബ്രഹ്മവിദ്യ. അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഏതൊന്നിനെ അറിഞ്ഞാൽ മറ്റെല്ലാം അറിയപ്പെട്ടതായി തീരുമോ ആ അറിവാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. പറഞ്ഞാൽ എല്ലാവരും, എല്ലാ വസ്തുക്കളും ഏതൊരു ആത്മാവിലാണോ ഉണ്ടായി നിലനിന്നും അറിയുന്നത് ആ വിദ്യയെപ്പറ്റി അല്ലെങ്കിൽ ആ വസ്തുവിനെ പറ്റിയുള്ള അറിവ് ബ്രഹ്മവിദ്യ. അപ്പോൾ ഉപനിഷത്തില് ഈ വിദ്യയെ ഏറ്റവും സുന്ദരമായിട്ട് വിവരിക്കുന്നു. ഉപനിഷത്തിന്റെ അപ്രമേയത
അലംഘനീയത അതിൻ്റെ ആ വിഷയത്തിലുള്ള ക്ലാരിറ്റി കൊണ്ട് കിട്ടിയതാ. ഇന്ന് ഉപനിഷത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു തത്വചിന്ത വേറെ ലോകത്തിലില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ധൈര്യത്തോടു കൂടിയാണ് മഹർഷിമാര് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അതിനകത്ത് അതിൻ്റെ പാരം കണ്ടത്, പാരം കടന്നു പോയത്. പാരം താരേതി അവരീ വിദ്യയുടെ അങ്ങേയറ്റത്ത് ചെന്നു ചേർന്നു. അതിനവരനുഭവിച്ച ത്യാഗം നിസ്സാരമായിരുന്നില്ല. എത്രമാത്രം ത്യാഗം സഹിക്കുന്നതിനും ക്ലേശം സഹിക്കുന്നതിനും അത്തരത്തിലുള്ള ജിജ്ഞാസുക്കളെ തയ്യാറായിരുന്നു. ഈ ആത്മവിദ്യയുടെ മുൻപിലെ മറ്റെല്ലാം നിസ്സാരമായിട്ട് തീരുന്നു. അവർ ചിലപ്പോൾ കുടുംബം, ബന്ധങ്ങള്, ലൗകിക സുഖങ്ങള് ഒക്കെ ചിലപ്പോൾ അവർ ത്യജിച്ചെന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ധീരന്മാരായിട്ട്, കശ്ചിത് ധീര എന്നാണ് കഠോപനിഷത്ത് അവരെ വിളിക്കുന്നത്. ധീരന്മാരായിട്ടുള്ളവർ അവരാണ് ധൈര്യസമേതം ഇറങ്ങിത്തിരിക്കുന്നവരെ തിരിച്ചവര്. അപ്പൊ അവരെ ധീരന്മാരെന്ന് വിളിക്കുകയാണ്. അങ്ങനെയുള്ള ധീരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുന്ന വിദ്യ അല്ല. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതചര്യയിൽ നിന്ന് ഒളിച്ചോടലാണെന്നൊന്നും വിചാരിക്കരുത്. ഈ ബ്രഹ്മവിദ്യ അഭ്യസിച്ചാൽ ഈ ലോക വ്യവഹാരങ്ങളെ ഏറ്റവും നന്നായിട്ട് അഭിമുഖീകരിക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും ഒക്കെ സാധിക്കും. അല്ലാതെ ജീവിതത്തിൻ്റെ ഋണാത്മകമായ ഭാവത്തിലേക്കുള്ള പോക്കൊന്നുമല്ല. പലരും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല അതിൻ്റെ കിടപ്പ്. യഥാർത്ഥത്തിലേക്ക് സധൈര്യം പോകുമ്പോൾ അവർ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും. ആ സത്യസന്ധത നമ്മളുടെ ദൃഷ്ടിയിൽ അസത്യമായതിനെ സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂങ്ങയുടെ എന്ന് പറയുക, ഇവിടെ സൂര്യൻ കത്തിജ്വലിച്ച് ഉത്തമമായ രീതിയിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ മൂങ്ങ പറയും പോടാവുക, ഇവിടെ സൂര്യനുമില്ല വെളിച്ചവും ഇല്ലെന്ന് പറയും. അപ്പം അത് കണ്ടനുഭവിക്കുന്ന ആൾ ചിരിക്കുകയേ ഉള്ളൂ. മൂങ്ങയോട് തത്വശാസ്ത്രം പറഞ്ഞ് അവൻ്റെ കണ്ണ് തുറപ്പിക്കാനൊക്കെ ശ്രമിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ട് ഋഷിമാര് ഈ മായയാമ്പൻ പക പലതും കാണുന്ന ആളുകൾ അതിനെ ആ രീതിയിൽ കണ്ട് ചിരിച്ചു തള്ളാറേ ഉള്ളൂ. പക്ഷെ അവർ സത്യം വളരെ ഉജ്ജ്വലമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, സത്യം സത്യമായതുകൊണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് ഒരു കാലത്ത് പറഞ്ഞപ്പോൾ ഏറെ ആളുകളും അതിനെ പുച്ഛിച്ചു തള്ളി. ഭൂമി ഉരുണ്ടതാണോ? അതെങ്ങനെയാ അങ്ങനെ വരുന്നത്? ഞങ്ങൾ കാണുന്നല്ലേ പരന്നിരിക്കുന്നത്. പക്ഷെ അത് സത്യമാണ് എന്നിരിക്കുമ്പോഴും നമ്മുടെ ദൃഷ്ടിയിൽ ഭൂമി പരന്നത് തന്നെയാണ്. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതല്ലാതായി തീരുന്നില്ല. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഈശ്വരതത്വത്തിലാണ്, സംശയം വേണ്ട. ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഈശ്വരതത്വം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇത് കേൾക്കാൻ ഒരുവന് സാധിക്കുന്നുവെങ്കിൽ അതും ഈശ്വരതത്വം ഉള്ളത് കൊണ്ട്. ഈശ്വരനെ നിഷേധിക്കണമെങ്കിൽ ഈശ്വരതത്വം വേണം. അപ്പോൾ ഈശ്വരതത്വത്തെ ഒഴിവാക്കുക അസാധ്യമാണ്. എന്നിട്ടും ഈശ്വരതത്വം ഇല്ലെന്ന് പറഞ്ഞാലും മൂങ്ങയുടെ അവസ്ഥയാണ്. അപ്പോൾ ഈ ഈശ്വരതത്വത്തെ, ആത്മതത്വത്തെ, വിദ്യയെ ഉപദേശിച്ച മഹർഷിമാർ വളരെ കരുണയോടുകൂടി തന്നെയാണ് അത് ചെയ്തത്. അറിയട്ടെ ആളുകൾ, വിജ്ഞരാവട്ടെ, ഈ വിദ്യ പഠിച്ച് നല്ല വീര്യം സമ്പാദിച്ച് ഇഹലോക ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് അവൻ ഈ ലോകത്തിൻ്റെ മറുകര, ഈ സംസാരസാഗരത്തിൻ്റെ അപ്പുറത്ത് കടക്കാൻ സാധിക്കട്ടെ എന്നുള്ള വലിയ വിചാരത്തോടുകൂടി, വലിയ കരുണയോടുകൂടി മഹാഗുരുക്കന്മാര്, മഹർഷിമാര്, മുനിമാര്, ഋഷിമാര് നമുക്ക് കാട്ടിത്തന്ന വലിയൊരു ദർശന പദ്ധതിയാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യയുടെ പ്രവാചകന്മാരിലെ ഏറ്റവും അത്യുജ്വലമായിട്ട്
പ്രകാശിച്ചു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തെ നിറഞ്ഞ നമ്രതയോടുകൂടി അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നമുക്ക് സമീപിക്കാം. ഗുരു ഇതിൻ്റെ തത്വം നമുക്ക് തെളിച്ചു തരുവാനുള്ള കാരുണ്യം ചൊരിയട്ടെ. നന്ദി.